ഗായ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോ ഇന്ന് April 19th ആണ് കേട്ടോ. ഞങ്ങളുടെ 3rd വെഡിങ് ആനിവേഴ്സറി ആണ്. 3 വർഷമായല്ലേ സഹിക്കാൻ തുടങ്ങിയിട്ട്, അല്ലേ? അതെ. ചെറിയൊരു ഡിന്നർ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ഇപ്പൊ സമയം 6:30 ആയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് ബീച്ചിലൊന്ന് പോകണം, കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാനുണ്ട്. അപ്പൊ സൺസെറ്റ് ആയി. ആക്ച്വലി ഫോട്ടോസ് കിട്ടുമെന്ന് അറിയില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ സൺസെറ്റിന്റെ മോഡിലൊരു പിക്ക് എടുക്കണം എന്നുണ്ട്. നോക്കാം, അല്ലേ കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസ് ഉണ്ടെന്നാ പറഞ്ഞു. അതുകൊണ്ട് എന്തായാലും കിട്ടുമായിരിക്കും. സോ ഇനി ബീച്ചിലെത്തിയിട്ട് കാണാം കേട്ടോ. ബ്യൂട്ടിഫുൾ സൺസെറ്റ്. എന്ത് രസമായിരുന്നു അറിയോ നോക്കി നിൽക്കാൻ വേണ്ടിട്ട്. ഞങ്ങൾ ഇവിടെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ക്രോസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ എത്തിയാൽ ബീച്ചാണ്. സൺസെറ്റിന്റെ നല്ല ടൈമാണ്. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. കുഴപ്പമില്ല, ഇറങ്ങാൻ കുറച്ച് ലേറ്റ് ആയിരുന്നു. അശ്വിന് എന്താണ് പറയാനുള്ളത് 3 വർഷത്തിനെ പറ്റി? 3 വർഷങ്ങളെ പറ്റി? 3 വർഷത്തെ പറ്റി എന്ത് പറയാനാ? എന്നെ പറ്റി സംഭവമില്ല. ഇങ്ങനെ പുകഴ്ത്തേണ്ട ആവശ്യമൊന്നുമില്ല, സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ സംഭവമല്ല, അടുത്ത ജീവിതം എന്ന് പറയണം. കാര്യമായിട്ട് പറ. മെല്ലെ കുറച്ച് സ്പീഡ് കുറച്ച് നടന്നേ, അപ്പോഴേ എനിക്ക് പറ്റിക്കൊള്ളൂ. അവിടെ പോയി ഫോട്ടോ തരാം. നല്ല വെട്ടത്തില് കുറെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണമെന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആ നല്ല വെട്ടം പോയി അല്ലേ? പോയി അല്ലേ? പോയി ഗൈസ്. ഇങ്ങോട്ടേക്ക് നിൽക്കുമ്പോ പിന്നെ കുറച്ചുകൂടെ വിളിച്ചു. പക്ഷെ ഈ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് എടുക്കാൻ ഭയങ്കര പ്ലാൻ ഇട്ടിട്ട് വന്നു. പക്ഷെ ഇവിടെ ഇട്ടിട്ട് ലൈറ്റ് പോയി. ഒന്നുകൊണ്ടന്നെ കിട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, 1-2 കിട്ടിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അല്ല. ബീച്ചും കൂടെ കാണിച്ചു. ഒരു ഹാഫ് ആൻ അവർ നേരത്തെ ഇറങ്ങണമായിരുന്നു അല്ലേ? ഞാനാണ് ലേറ്റ് ആയത്. ഞാൻ റെഡി ആവുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ പോയി ഗൈസ്. കുഴപ്പമില്ല, നമ്മള് ഡിന്നർ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ അവിടെ എടുക്കാം. പക്ഷെ എനിക്ക് ഈ ഒരു സൺസെറ്റ് ആ ഒരു വ്യൂ ആയിരുന്നു വേണ്ടത്. ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റ് കണ്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമായിരുന്നു കേട്ടോ. ഞങ്ങൾ അധികവും ബീച്ചിൽ വന്ന് ഇരിക്കാറുണ്ട്, പക്ഷെ ഇന്നത്തെ ഡേ ഒരു സ്പെഷ്യലും കൂടെ ആണല്ലോ. ഞങ്ങൾ കുറച്ചു നേരം ബീച്ചിലൊക്കെ ഇരുന്നു, ഫോട്ടോസ് ഒക്കെ എടുത്തു, വീഡിയോസ് ഒക്കെ എടുത്തു. ഞങ്ങൾക്ക് ചെറിയൊരു ഡിന്നർ പരിപാടി ഉണ്ടല്ലോ. എവിടെ പോകുന്നത്? ഗോൾഡൻ ഡ്രാഗൺ. അവിടേക്കാണ് പോകുന്നത്. അതിനുണ്ട് കുറച്ചു നേരം ഇവിടെ കറങ്ങി വന്നിട്ട് പോകുള്ളൂ കേട്ടോ. അതിവിടെ അടുത്താണ് പോകുന്നത്. ഒരു 5 minutes ഉള്ളൂ ഇവിടുന്ന്. അതിവിടെ അടുത്തല്ലേ? 5 minutes ഒക്കെ ഉള്ളൂ. എനിക്ക് ഞങ്ങളുടെ വണ്ടി ഒന്ന് മാറ്റി പാർക്ക് ചെയ്തിട്ട് വേണം അങ്ങോട്ടേക്ക് പോവാൻ വേണ്ടിയിട്ട്. സോ ഇനി അവിടെ എത്തിയിട്ട് ഞങ്ങൾ ആക്ച്വലി ഇവിടെ എത്തി കേട്ടോ. ഈ ബീച്ചിന്റെ സൈഡ് തന്നെയാണ്, കുറച്ച് ഇപ്പുറത്തോട്ടാണ്, അജ്മാൻ സൈഡിലോട്ടാണ് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മുടെ റെസ്റ്റോറന്റിലേക്ക് പോവാണ്. ബോഡി പെയിനുള്ളവരൊക്കെ ഇവിടെ വരാം കേട്ടോ. തായ്ലൻഡ് മസാജ് ഒക്കെ ഉണ്ട്. തായ്ലൻഡ് മസാജ്. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. ഈ ഓപ്പോസിറ്റ് സൈഡ് മൊത്തം മസാജ് സെന്റേഴ്സ് ആണ് കേട്ടോ. അത് ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കില്ല. ഓക്കെ, ഇവിടെ ലൈറ്റ് പോയി. ഇനി ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ. ഇതായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന റെസ്റ്റോറൻറ്റ്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ടാണ് വരുന്നത്. ഒരു 10 minutes പോവാനേ ഉള്ളൂ കേട്ടോ. ബീച്ചിൻ്റെ സൈഡിലായിട്ട് ബീച്ച് വ്യൂ ആയിട്ട് വരുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. Chicken, sir? Which one? We have chicken, prawn and vegetable. 3 options. പ്രോൺസ് വേണോ? ഏതാ? പ്രോൺസും ചിക്കനും ഏതിനാ? സൈഡ് കറി. ബിഗ് പ്രോൺസ്. ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഞങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂഷൻ ആണ് കേട്ടോ എന്ത് ഓർഡർ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ. ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് 2 kinds ഓഫ് ഡ്രിങ്ക്സ് ആയിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഫയറി ഡ്രാഗണിന്റെ പേരുള്ള ഒരു ഡബിൾ ചില്ലി
സ്പൈസി മൊഹിത്തോ ആയിരുന്നു കേട്ടോ. പിന്നെ അർജു ട്രോപ്പിക്കൽ ഫ്രൂട്ട്സിന്റെ മിക്സ് ആയിട്ട് വരുന്ന ഒരു തായ് മാംഗോ ടാങ്കോ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എന്റേത് കുറച്ച് നല്ല സ്പൈസി ആയിരുന്നു. പിന്നെ അർജുൻ്റെത് വന്നിട്ട് കുറെ മിക്സ് ആയതുകൊണ്ട് ഏതൊക്കെയാണ് മിക്സ് ചെയ്തതെന്ന് എനിക്ക് കറക്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾ സൂഷി, മംഗോളിയൻ ബീഫ്, പിന്നെ തായ് മാംഗോ കറി, ജാസ്മിൻ റൈസ് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സൂഷി കഴിക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച പോലെ അത്രയ്ക്കും ബോറല്ലായിരുന്നു കേട്ടോ. ഞാൻ ഇത്രയും കാലം സൂഷി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. മുമ്പൊക്കെ കഴിക്കാൻ ഒരുപാട് ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിലും മനസ്സങ്ങോട്ട് അനുവദിക്കുന്നില്ലായിരുന്നു ഒന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് പിന്നെ അർജു നിർബന്ധിച്ചപ്പോഴാണ് ഇത് വാങ്ങാൻ ഞാൻ സമ്മതിച്ചത്. പക്ഷേ നല്ലതായിരുന്നു കേട്ടോ. പിന്നെ അതിന്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഗ്രീൻ തായ് കറിയും ജാസ്മിൻ റൈസും മംഗോളിയൻ ബീഫും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബീഫിന്റെ ആൾ അർജു ആണ് കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല. കഴിക്കും, ഇഷ്ടമാണ്, പക്ഷെ വലിയ താല്പര്യമില്ല. ഗ്രീൻ തായ് കറി ഇത് റൈസ് പക്ഷേ കഴിഞ്ഞ വട്ടം നമ്മള് റെഡ് കറി കഴിച്ചില്ല, അത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടുതൽ. നമ്മൾ പിന്നെ ട്രൈ ചെയ്യാൻ വേണ്ടിയാണല്ലോ. അപ്പത്തേനതാ ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്ന ഡിസേർട്ട് വന്നോട്ടോ. ഞങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ഹാപ്പി ആനിവേഴ്സറി എഴുതിയിട്ട് വേണം തരാമെന്ന്. കാരണം കഴിഞ്ഞ വർഷവും അതിന്റെ മുമ്പിലത്തെ വർഷമൊക്കെ ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് കേട്ടോ സെലിബ്രേറ്റ് ചെയ്തത്. പുറത്തൊക്കെ പോയി കറങ്ങി അടിച്ച് നടന്ന് റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ആഘോഷം. എല്ലാ ഇങ്ങനെ സ്പെഷ്യൽ ഡേയ്സും എന്തെങ്കിലുമൊക്കെ ചെയ്ത് അത് മെമ്മറബിൾ ആക്കാൻ ഞങ്ങൾ ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം പിന്നീട് ലൈഫിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ലൈഫിൽ മധുരമായിട്ടുള്ള എന്തെങ്കിലും ഓർമ്മകൾ വേണമെന്ന് നിർബന്ധമുള്ള രണ്ടുപേരാണ് ഞങ്ങള്. അങ്ങനെ ജീവിതത്തിലെ മനോഹരമായിട്ടുള്ള 3 വർഷങ്ങൾ എത്ര പെട്ടെന്നല്ലേ സമയം കടന്നു പോകുന്നത്. ഞങ്ങൾ ഫുഡ് കഴിച്ചിറങ്ങി. ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഫുഡ് അടിപൊളിയായിരുന്നു എന്നാണ് യൂട്യൂബർ പറയുന്നത്. അപ്പൊ യൂട്യൂബറിന് കൊടുക്കാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഞങ്ങളുടെ കഥ പറയാനാണെങ്കിൽ ഒരുപാടുണ്ടായി. ഞാൻ പിന്നെ വല്ലപ്പോഴും പറയാം കേട്ടോ. ഇപ്പൊ ഞങ്ങള് ഇവിടെ ബീച്ചില് ഭയങ്കര എന്താണ് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ഇത് ഞങ്ങൾ നോർമലി വരുന്ന ബീച്ചിന്റെ സൈഡ് അല്ല, ഇത് കുറച്ച് അജ്മാന്റെ അടുത്തായിട്ട് വരുന്ന അൽഹീറ ബീച്ച് തന്നെയാണ്. ബട്ട് അജ്മാന്റെ ക്ലോസ് ആയിട്ട് വരുന്ന ആ ഒരു എല്ലാം സെയിം ബീച്ചാണ് ഗൈസ്. ബട്ട് നമ്മൾ ഇവിടെ വരാറില്ലല്ലോ. പിന്നെന്താ വരാതെ? ഈ സ്ഥലത്ത് വരാറില്ല. ഈ സ്ഥലത്ത് അങ്ങനെ വരാറില്ല. ഇവിടെ കുറച്ചു നേരം ഇരിക്കാന്ന് വിചാരിച്ചു. വീട് ഇവിടെ തൊട്ടടുത്താണ്. അതാണ് ഏറ്റവും വലിയ റിലാക്സേഷൻ. ആക്ച്വലി ഞങ്ങൾക്ക് ദുബായിലൊക്കെ പോകാനുള്ള പ്ലാൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഫ്ലഡും റോഡിന്റെ ബ്ലോക്കും ട്രാഫിക്കും ഒക്കെ കാരണം ഞങ്ങൾ അത് ക്യാൻസൽ ചെയ്തു. അടുത്തുള്ള എവിടെയെങ്കിലും വന്നിട്ട് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കാന്ന് വിചാരിച്ചു. നല്ല സ്ഥലമായിരുന്നു, അടിപൊളി. നല്ല ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ സൂഷി ട്രൈ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടു. യെസ്, ഞാൻ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടില്ല. എനിക്കത് കാണുമ്പോഴേ കഴിക്കാൻ തോന്നാത്തൊരു ഫീൽ ആയിരുന്നു. പക്ഷെ കുഴപ്പമില്ല, നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ആ ട്രാഫിക് കിടക്കുന്നുണ്ടാവും അല്ലേ. എത്രയോ ബെറ്റർ ആയി പോവാഞ്ഞത്. സോ ഇനി എന്താണ്, ഞങ്ങൾ വീട്ടിലൊക്കെ പോയി കുറച്ചൊരു മൂവിയൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങും അല്ലേ. നാളെ ഡ്യൂട്ടി ഉണ്ട്. ബാക്ക് ടു വർക്ക്. 2 ദിവസമായി വീട്ടില് ചുമ്മാ ഇരിക്കുന്നു. ബ്ലോക്കും ഫ്ലഡും ഒക്കെ കാരണം ലീവ് എടുത്തിട്ടിരിക്കുകയായിരുന്നു. സോ യെസ്, എന്റെ കഴിഞ്ഞ വ്ളോഗൊക്കെ കണ്ടവർക്ക് അറിയാം ഞാൻ അർജുന് വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അർജുൻ ഒരു ക്ലൂ ഇല്ല കേട്ടോ. അപ്പൊ ഞാൻ പോയിട്ട് കൊടുത്തു നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും റിയാക്ഷൻ എന്ന്. പുള്ളി ഒന്നും അറിയാതെ അവിടെ ഇരിക്കുകയാണ്. ഞാൻ എന്റെ ബാഗിലാണ് ക്യാരി ചെയ്തത്, അതുകൊണ്ട് അങ്ങനെ വലിയ ഡൗട്ടൊന്നും തോന്നിയിട്ടില്ലായിരുന്നു കേട്ടോ. ഇനിയിപ്പോ എന്താന്ന് നോക്കാം നമുക്ക്. ഹാപ്പി ആനിവേഴ്സറി. തുറന്നോക്ക്. എന്താണ് എഴുതിയിട്ടുണ്ട് ഇവിടെ? പാക്ക് ചെയ്യാൻ മറന്നുപോയി. ഇതൊക്കെ വാങ്ങി. അതൊക്കെ വാങ്ങി. ഈയിടെ കണ്ട വാച്ചാണ് ഗൈസ് എന്റെ കയ്യിൽ. തുറന്നു നോക്ക്. ആപ്പിളിന്റെ വാച്ച് ആണത്? അല്ലല്ല, പാക്ക് മാത്രമേ ഉള്ളൂ. പാക്കറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ.
എന്റെ ദൈവം. ഒരു വീഡിയോ ഉണ്ടപ്പോ ചോദിച്ചു ഇത് ഏതാ വാച്ച് ചെയ്തത്, ഇത് എന്തിനാ അത് വാങ്ങിയേ? തുറന്നു നോക്ക്. ഗൈസ് എന്നെ ചതിച്ചു ഗൈസ്. ഗൈസ് ഞാനൊന്നും വാങ്ങിയില്ല ഗൈസ്. രക്ഷിക്കണമെങ്കിൽ ഗൈസ്. ഓ മൈ ഗുഡ്നസ്. കളർ ഇഷ്ടാവോന്ന് എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് വാങ്ങിച്ചത്. എന്റെ ദൈവമേ. സ്ട്രാപ്പ് കളർ നോക്കിയ എന്നോട് എന്താ എപ്പോഴോ ചോദിക്കുന്ന കേട്ടല്ലോ, ഏത് കളറാ ഇഷ്ടം? എപ്പോഴും ഓർമ്മ വരുന്നില്ല. അതൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു. നല്ല സ്ട്രാപ്പാണ് ഗൈസ്, എന്റെ ഫേവറേറ്റ് കളറാണ് ഗൈസ്. സോറി ഗൈസ്, ഞാനത് ആദ്യമാണ് തുറക്കുന്നത്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇങ്ങനെയാണ് തുറക്കുന്നത്. പാക്കിംഗ് അടിപൊളിയല്ലേ ഗൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. താങ്ക് യു സോ മച്ച്. എന്റെ ഭാഗമൊന്നുമില്ല. എവിടെ എനിക്ക് ഗിഫ്റ്റ് എവിടെ? ഇതായിരുന്നു എന്റെ ഗിഫ്റ്റ്. എന്റെ അകത്തുനിന്ന് ഡിന്നറോ? യെസ്, ഡിന്നർ വാസ് മൈ ഗിഫ്റ്റ്. ഇനി അത് കണക്ട് ചെയ്ത് നോക്കിയേ. ഐ മീൻ സ്ട്രാപ്പ് ഇട്ട് നോക്കിയേ. എപ്പോ എടുത്ത് ബാഗിന്ന്. സോറി ഗൈസ്, എന്റെ രീതി. അൺബോക്സിങ് ഫസ്റ്റ് ഐ വാച്ച് അല്ലേ? മുമ്പുണ്ടായിരുന്നോ? എനിക്കറിയില്ല, മുമ്പുണ്ടായിരുന്നോ? മുമ്പ് 3 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തള്ളല്ലേ. കൊള്ളാം, സൂപ്പർ. ഉണ്ടല്ലേ? ഇങ്ങനെയുണ്ട്. സൂപ്പർ, ലേറ്റസ്റ്റ് വേർഷനാ. അതൊന്നും പറയില്ല. അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടോ? പിള്ളേരുടെ കാര്യം പറഞ്ഞതാ. ഗിഫ്റ്റ് വാങ്ങിയത് എന്തിനും ഗിഫ്റ്റാ, എന്തിനും ഗിഫ്റ്റാ. സർപ്രൈസ് വീഡിയോ വരുന്നുണ്ടോ? വിചാരിച്ചിരുന്നു. ഞാൻ ഇത് എവിടെ വെച്ചിരുന്നു? വീട്ടില്, ബാഗില്. ഈ ബാഗിലോ? ഞാൻ ഗിഫ്റ്റ് വെച്ചല്ലേ. ഞാൻ വിചാരിച്ച തുറന്നല്ലോ നോക്കൂ. ഈ ബാഗൊന്നും തുറന്നു നോക്കണ്ട. ഇഷ്ടപ്പെട്ടോ? എനിക്ക് മനസ്സിലല്ലേ, എനിക്ക് ഇത് ഇങ്ങനെ തന്നെയാണ് ഇടുന്നത്. നമുക്ക് മാറ്റില്ല, പക്ഷെ ഇതിന് ഇഷ്ടപ്പെട്ട കളർ. സ്റ്റാർ ചേഞ്ച് ചെയ്യാം, പക്ഷെ എനിക്ക് ഇത് സ്റ്റാർലൈറ്റ് ഈ കളർ എനിക്ക് ഇഷ്ടമായി. ഇത് ഏറ്റവും വലുത് വലുതായത് ഇത് 42 ഡയലാണ് 44 അങ്ങനെ എന്തോ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഇതാണ് ഏറ്റവും വലുത്. ഇത് ജെൻസിന് ഇതാണെന്ന് പറഞ്ഞത്. എവിടുന്ന വാങ്ങിയത്? US നക്കിൽ മോളോ? പിന്നെ ഷാദിയ അതെപ്പം പോയി? അതെപ്പം പോയി? അത് ഞാനും ജൂഷ് അതെന്ത്? അതിന്റെ വീഡിയോ വരുന്നുണ്ട്. അതെപ്പോഴാ പോയത്? ഞാൻ എവിടെയായിരുന്നു? ഇപ്പൊ ഫ്രൈഡേ ഡ്യൂട്ടി പോവാക്കും. ഫ്രൈഡേ ഡ്യൂട്ടിയോ? എനിക്ക് ഫ്രീ ഓഫ് ആയിരുന്നില്ലേ. ഓ, വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയി കേട്ടോ. ഞാൻ ആക്ച്വലി ആ റെസ്റ്റോറന്റ് ഉള്ളിൽ നിന്ന് കൊടുക്കാനായിരുന്നു പ്ലാൻ ചെയ്തത്, കേക്ക് കട്ട് ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളില് മ്യൂസിക് ഇട്ടതുകൊണ്ട് എനിക്ക് എന്താണ്, പിന്നെ ഞാൻ വോയിസ് ഓവർ ചെയ്യേണ്ടി വരും. അതൊരു സുഖമില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പുറത്തിറക്കി ഇവിടെ ഇരുത്തിയിട്ട് കൊടുത്തത്. ഇവിടെ ആകുമ്പോൾ വേറെ മ്യൂസിക് ഒന്നുമില്ല ബാക്ക്ഗ്രൗണ്ടിൽ. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒന്നും കാര്യമായിട്ട് എടുത്തില്ല, കാരണം അവിടെ നല്ല സൗണ്ടിൽ പാട്ട് വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് ഒന്നും സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ അങ്ങനെ തന്നെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇഷ്ടപ്പെട്ടോ? സ്ട്രാപ്പിന്റെ കളർ ഇഷ്ടപ്പെട്ടു. ജുഡീഷ് ഇങ്ങനെ പറയുന്നുണ്ട് അവന് ഈ കളർ ഇഷ്ടമാണെന്ന് അറിയില്ല. ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ഓൾറെഡി 2-3 എടുക്കുന്നു. ഇത് വൈറ്റ് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ വൈറ്റ് വാങ്ങിയാൽ ചേരാം. പക്ഷെ വൈറ്റും ഇല്ല. ഇത് സ്റ്റാർലൈറ്റ്. സ്റ്റാർലൈറ്റ് ആണ് ബോയ്സിന്റെ ക്യാരക്ടർ. സ്റ്റാർലൈറ്റ് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിന്റെ ഷോപ്പ് ഞാൻ തന്നെ കാണാൻ ഈശ്വരാ.
അപ്പൊ അങ്ങനെ അത് ഞങ്ങള് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. ഇപ്പൊ 9:30 ആയി. ഇനി 10 മിനിറ്റ് ഉള്ളൂ വീട്ടിലേക്ക്. 10 മിനിറ്റ് 5 മിനിറ്റ് കൊണ്ട് വീട്ടിലെത്തും. 5 മിനിറ്റ് എത്തുള്ളൂ. ഓക്കെ, 5 മിനിറ്റ് ഉള്ളൂ. ഇനി എവിടെ കൊണ്ട് ചാർജ് ചെയ്യും കഴിയും? ചാർജർ മറ്റേ ആ ചാർജർ തന്നെ മതി എന്ന് പറഞ്ഞവര്, അതുകൊണ്ടാ വാങ്ങിക്കാൻ. ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, അപ്പോൾ എൻ്റെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സോ അടുത്തൊരു വ്ളോഗ് ആയിട്ട് കാണുന്നവരെ ചാച്ചാ, ബൈ ബൈ. ബൈ ബൈ.